മുദരിസീൻ ജമിയത്തുൽ മുദരിസീൻ ആകുമ്പോൾ നിയത്തുൽ മുദരിസീനിൽ ഉൾക്കൊള്ളിക്കേണ്ട ആളുകളെ പലരും ഉണ്ടാവും. അവരെ നമ്മൾ ഉൾക്കൊള്ളിക്കണം. അത് ആളുകളെ നോക്കേണ്ട ആവശ്യമില്ല. അത് അയാൾ നമ്മൾക്ക് എതിരിൽ പറഞ്ഞാണല്ലോ അല്ലെങ്കിൽ പറയാത്ത ആളാണല്ലോ, ഇതിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ വിഭാഗീയത ഇല്ലാതെ നിലക്ക് പരസ്പരം നമ്മൾ ഒന്നിച്ചു കൊണ്ടിട്ട് ഒരേ ശബ്ദത്തിലായിക്കൊണ്ടാവണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. കാരണം സുന്നത്ത് ജമാഅത്തിന് ഇന്ന് സുന്നി ഐക്യം ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കാരണം ഇന്നലേക്ക് സുന്നത്ത് ജമാഅത്തിന് നാനാഭാഗത്തുനിന്നും അതിനെ കൊത്തി വലിക്കുമ്പോൾ അതിനുള്ള സുന്നി ആശയമുള്ളതായ സംഘടനകൾ സംഘടനാപരമായിട്ട് നമുക്ക് ചിലപ്പോൾ യോജിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷെ ആശയത്തിൽ നമ്മൾ യോജിക്കണം. ആ നിലക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ ഇതിൽ വരുന്നതായ എല്ലാ ശക്തികൾക്കെതിരിലും നമ്മളെന്താവണം, ശക്തമായി നിന്നും കൊണ്ട് അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം. ഇതൊരു ചെറിയൊരു സംഗതിയായിട്ട് കണക്കാക്കിയാൽ പറ്റൂല. അപ്പോൾ പരസ്പരം അങ്ങും ഇങ്ങും ഫിത്തനകൾ ഉണ്ടാക്കിക്കൊണ്ട് ഫിത്തനത്തുൽ അഹ്ലാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ ഫിത്തനത്തുൽ അഹ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ, വിട്ടുമാറാത്ത ഫിത്തനാണ്. ഒരു അഹ്ലാസ് ഒരു വാഹനവുമായുള്ള ബന്ധം പോലെ, അല്ലെങ്കിൽ അതിന്മേൽ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുമായിട്ടുള്ള ബന്ധം പോലെ ആയിരിക്കും.